അപ്പോൾ ഈ ശബരിമലയെ പറ്റി പഠിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ആർക്കിയോളജിസ്റ്റുകൾ ശബരിമല അമ്പലത്തെ പറ്റി പഠിച്ചു. അവർ പറയുന്നത് ശബരിമല അമ്പലത്തിൽ 2500 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ്. അത് ഒറിജിനലി ആദിവാസികളുടെ അമ്പലമായിരുന്നു. ആ ആദിവാസികളുടെ അമ്പലത്തെ AD 6-ാം നൂറ്റാണ്ടിൽ പുതുക്കി പണിഞ്ഞു. അതാണ് രണ്ടാമത്തെ ശബരിമല അമ്പലം. അത് കളപ്പുറ രാജാവായിരുന്ന അച്യുത വികണ്ഠനാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അദ്ദേഹം അത് ശാസ്താക്ഷേത്രമായിട്ടാണ് പ്രതിഷ്ഠിച്ചത് 6-ാം നൂറ്റാണ്ടിൽ. മൂന്നാമത് വരുന്ന ശബരിമല ക്ഷേത്രം 1321 പാണ്ഡ്യരാജാവിൻ്റെ 2 ബ്രാഞ്ച് ഇങ്ങോട്ട് വരുന്നത്. അവിടെ വന്ന വീരപാണ്ഡ്യനും സുന്ദരപാണ്ഡ്യനും യുദ്ധത്തിന് ശേഷം പന്തളം രാജവംശം സ്ഥാപിച്ച ശേഷം പന്തളം രാജാവ് 1346 മൂന്നാം ശബരിമല പണിയാണ്. അന്നാണ് അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. 4ാമത്തെ ശബരിമലയുടെ നിർമ്മാണം വരുന്നത് 1902 1902 ശബരിമല ക്ഷേത്രത്തിന് മുഴുവൻ തീ കത്തിക്കഴിഞ്ഞ് അതിനെ പുതുക്കി പണിയാൻ വേണ്ടി മാവേലിക്കര പോളച്ചിറക്കല കൊച്ചുമ്മൻ തരകനെ ഏൽപ്പിച്ചു. ഈ കൊച്ചുമ്മൻ തരകനെ നമുക്ക് കാണാൻ പറ്റും. രാജാ രവിവർമ്മ ജഡായുവിനെ രാവണൻ വെട്ടുന്ന ചിത്രം വരയ്ക്കാൻ വേണ്ടി ഈ കൊച്ചുമ്മൻ തരകനെ മോഡലാക്കി. അപ്പോൾ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങിൽ ഈ ജഡായുവിനെ വെട്ടുന്ന രാവണൻ ഈ ശബരിമല പുതുക്കി പണിഞ്ഞ കൊച്ചുമ്മൻ തരകനാണ്. പോളച്ചിറക്കൽ കൊച്ചുമ്മൻ തരകനാണ്. അതാണ് 4ാമത്തെ ശബരിമല എന്ന് പറയുന്നത്. 5ാമത് 1950 അമ്പലത്തിന് തീ കത്തി. ശ്രീകോവിലും പോയി, വിഗ്രഹത്തിനും പരിക്ക് പറ്റി. ആ സമയത്ത് തിരുവിതാംകൂർ രാജവംശം അത് പുതുക്കി പണിഞ്ഞു. അതാണ് 5ാമത്തെ ശബരിമല എന്ന് പറയുന്നത്. ഈ 1902 4ാമത്തെ ശബരിമല ക്ഷേത്രം പണിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ താഴമൺ തന്ത്രിമാരെ കൊണ്ടുവരുന്നത്. 1902 താഴമൺ തന്ത്രി പ്രഭാകര തന്ത്രി വന്നിട്ട് സ്ഥാപിക്കുന്നത്. ഈ 5ാമത്തെ പുനഃപ്രതിഷ്ഠ 1950 തീവപ്പിന് ശേഷമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന അമ്പലത്തിൻ്റെ ഷേപ്പ് നിർമ്മാണമൊക്കെ 1952 പൂർത്തിയാക്കിയാണ്. അത് കഴിഞ്ഞിട്ടാണ് കൊടിമരം വരുന്നത്. 1974 കൊടിമരം വന്നു. പിന്നെ ബോംബെയിലെ പ്രസിദ്ധ വ്യവസായി തത്വമസി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിൽ എഴുതി വെച്ചു തത്വമസി. ശബരി എന്ന മഹാതപസ്വിനിയുടെ സാന്നിധ്യം കൊണ്ട് പരിപാവനമായ മലനിരകളിലൊന്നിൽ ഞാൻ ഉണ്ടാകും. ഇവിടെ നിന്ന് ഞാൻ എയ്യുന്ന ശരം ചെന്നു പതിക്കുന്ന ഇടം ശരം കുത്തി എന്ന പേരിൽ ഖ്യാതി നേടും. എന്നെ കാണാൻ ജീവിതത്തിൽ ആദ്യമായെത്തുന്ന ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലെ നാഴികക്കല്ലായി ആ സ്ഥലത്തെ തിരിച്ചറിയും. അവിടെ ശരക്കോൽ കുത്തിയതിന് ശേഷമാകും എന്നിലേക്കും അവനവനിലേക്കുമുള്ള യാത്ര തുടരുക. അതിനുമപ്പുറത്ത് ശബരിമലയിലെ നിർമ്മല പീഠത്തിൽ നിത്യതാപസനായി ആപത് ബാന്ധവനായി ഞാൻ കുടികൊള്ളുന്നതായിരിക്കും. അധികം വൈകാതെ തന്നെ എനിക്കായൊരു ക്ഷേത്രം ആ പ്രദേശത്ത് ഉയർന്ന് കാണാറാകും. കേരളേ കേളി വിഗ്രഹം